നല്ല ഫ്രഷ് ആയിട്ടുള്ള വലിയ മീൻ കിട്ടുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടൊന്ന് മീൻ വറുത്ത് നോക്കാം. നമ്മൾ സാധാരണ മീൻ വറുക്കുമ്പോൾ എടുക്കുന്ന മസാലകളൊക്കെ തന്നെയാണ് ഈ ഒരു മീൻ വറുത്തതിനും. പക്ഷേ ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടിയുണ്ട്. നല്ല അയക്കോറ മീനാണ് കിട്ടിയിട്ടുള്ളത്. മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മസാലയ്ക്കായിട്ട് 2 ടേബിൾ സ്പൂണ് കശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം പൊടി, 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 നാരങ്ങ പിഴിഞ്ഞ് ഉപ്പും ചേർത്ത് മിക്സാക്കാം. 1/2 കപ്പ് ചിരവിയ തേങ്ങ ഒരു മിക്സർ ഗ്രൈൻഡറിലിട്ട് ഒന്നടിച്ചിട്ട് കൈകൊണ്ട് മുറുക്കി പിഴിഞ്ഞ് വെള്ളം ചേർക്കാതെ ആ പാല് മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കട്ടിയുള്ള പാൽ ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് മസാല മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് നമ്മുടെ മീനിട്ട് കൊടുത്ത് നന്നായിട്ട് അരപ്പ് തേച്ച് പിടിപ്പിച്ച് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മീൻ കിട്ടിയാൽ കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഇതുപോലെ അരപ്പ് തേച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. പിറ്റേന്ന് കുറച്ച് നേരത്തെ പുറത്ത് വെച്ചിട്ട് ഐസ് പോയിൻ്റ് ശേഷം പൊരിച്ചെടുക്കാം. ഇപ്പോൾ ബാക്കി വന്ന ഈ മസാല നമ്മൾ പിഴിഞ്ഞെടുത്ത ആ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കാം. ഈ തേങ്ങ നമുക്ക് ആവശ്യമുണ്ട്. പാൻ ചൂടാക്കി കോക്കനട്ട് ഓയിൽ ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് ഓരോ മീൻ കഷ്ണങ്ങളും വെച്ച് കൊടുത്ത് പൊരിച്ചെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വേണം പൊരിച്ചെടുക്കാൻ. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആയി പൊരിക്കേണ്ട, കുറച്ചൊരു ഷാലോ ഫ്രൈ ആയിട്ട് നമ്മൾ തവ ഫ്രൈ ഒക്കെ ആക്കില്ല അതേപോലെ വേണം ഈ മീൻ പൊരിച്ചെടുക്കാൻ. ഞാനിപ്പോൾ ഇതാ ഓരോ മീനും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മീൻ ഫ്രൈ ഏത് മീൻ കൊണ്ടും ഉണ്ടാക്കാൻ പറ്റും. ചെറിയ മീനിനേക്കാളും ടേസ്റ്റ് ഉണ്ടാകുക വലിയ മീൻ ഇതുപോലെ പൊരിച്ചെടുക്കുമ്പോഴാണ്. നല്ല ഫ്രഷ് മീനാവുമ്പോഴാണ് മീൻ ഫ്രൈ ചെയ്താലൊക്കെ ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മീൻ ഒരിക്കലും വറുത്തെടുക്കരുത്. ലോ ഫ്ലെയിമിൽ വേണം മീൻ വറുത്തെടുക്കാൻ. നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചറിൽ വേണം മീൻ എപ്പോഴും വറുത്തെടുക്കാൻ. അപ്പോഴാണ് മീൻ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ അതാ നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ അതേ പാനിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുള്ള ആ തേങ്ങ ഉണ്ടല്ലോ, ഇതാ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പീര തന്നെയാണ്. ഇതിൽ കുറച്ച് പാലൊക്കെ എന്തായാലും ഉണ്ടാവും. ഒരു പിടിക്കേ ഞാനത് പിഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഇത് നമ്മുടെ പാനിലിട്ടിട്ട് നന്നായിട്ട് വറുത്ത് കൊടുക്കണം. തേങ്ങൻ്റെ നനവൊക്കെ പോയി വറുവായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊരിച്ചെടുത്ത മീനിൻ്റെ മുകളിലേക്ക് ഈ ഒരു വറുത്തെടുത്ത തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ മീനൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ.